എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നാമിയുടെ ഫ്രണ്ട് വന്ന് വീഴുന്ന ലൂഫിനെയാണ്. നാമിക്കാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ലൂഫിനെ കാണുമ്പോൾ ഒരു പ്ലാൻ തോന്നുന്നുണ്ട്. ബോസെ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താൻ വന്നല്ലോ. ലൂഫിയാണെങ്കിൽ നീ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് നാമി അവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ലൂഫി തിരിഞ്ഞ് ഈ പൈറേറ്റ്സിനോട് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൈറേറ്റ്സ് അവളെ രക്ഷപ്പെട്ടു അവളുടെ ബോസാണ് ഇതെന്ന് പറഞ്ഞിട്ട് ലൂഫിനെ അറ്റാക്ക് ചെയ്യുവാണ്. ഈ സമയത്ത് ലൂഫി തിരിച്ച് അവരെല്ലാം അടിച്ചിടുന്നു. എസ്കേപ്പ് ആയ നാമി മാറി നിന്ന് നോക്കുമ്പോൾ അവരെല്ലാം ലൂഫി ഇടിച്ചിട്ടേക്കുന്നു. അപ്പം നാമി പറയുന്നുണ്ട്, നീ ഭയങ്കര ഇമ്പ്രസീവ് ആണല്ലോ, നീ എൻ്റെ ടീമിൽ ചേരുന്നുണ്ടോ? അപ്പോൾ ലൂഫി ചോദിക്കുന്നത് നീ ആരാ? അപ്പോൾ നാമി പറയുന്നുണ്ട്, എൻ്റെ പേര് നാമി, ഞാൻ പൈറേറ്റ്സിനെ എന്നൊക്കെ കട്ടെടുക്കുന്ന ഒരു തീഫാണ്. എന്നിട്ട് നാമി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ ടീം ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ ലൂഫി പറയുന്നേ ഇല്ല, എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് ലൂഫി അവിടെ നിന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ നാമി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് ഞാൻ ഫുഡ് മേടിച്ച് തരട്ടേന്ന്. ലൂഫിയാണെങ്കിൽ അങ്ങനെ നാമിയുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ക്യാപ്റ്റൻ ബാഗിനെയാണ്. പുള്ളി അവരോട് ചോദിക്കുവാണ്, നിങ്ങളെന്താ ഇതുവരെ ആ തീഫിന് പിടിച്ചില്ലേന്ന്. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ക്രൂമേറ്റ്സിനെ കുറേ ബുള്ളിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ബോസ് ഇപ്പം തന്നെ പിടിച്ചു കാണും, എങ്ങനെ ഇത് ഫസ്റ്റ് പ്ലേസ് നമ്മുടെ കയ്യിൽ നിന്ന് മോഷണം പോയതെന്ന് ചോദിച്ചിട്ട് ബാഗ് വീണ്ടും അവരെയൊക്കെ ബുള്ളി ചെയ്യുവാണ്. ഇപ്പോൾ നാമി ആണെങ്കിൽ ലൂഫിക്ക് ഒരു വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൂഫി ചോദിക്കുന്നു, നീ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അപ്പോൾ നാമി തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ ഈ ടൗണിലേ അല്ല താമസിക്കുന്നത്, ക്യാപ്റ്റൻ ബാഗ് ഇവിടെ വന്നത് അറിഞ്ഞുകൊണ്ട് ഈ ടൗണിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുകയെന്ന് പറയുന്നു. എന്നിട്ട് നാമി പറയുന്നുണ്ട്, എങ്ങനെയും 100 മില്യൺ ബെറീസ് സ്വന്തമാക്കണം, അതാണ് എൻ്റെ ഗോള്. അപ്പോൾ ലൂഫി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാണത്? അപ്പോൾ നാമി പറയുന്നുണ്ട്, അതൊരു സീക്രട്ട് ആണെന്ന്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഗ്രാൻഡ് ലൈൻ്റെ മാപ്പ് ഇരിപ്പുണ്ട്, ഇതുകൊണ്ട് ഈ 100 മില്യൺ ബെറീസ് പോസിബിൾ ആണെന്ന്. അപ്പോൾ ലൂഫി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഒരു നാവിഗേറ്റർ ആണോ എന്ന്. നാമി പറയുന്നുണ്ട്, അത് ഞാനൊരു സ്കിൽഡ് നാവിഗേറ്റർ ആണ്. അപ്പോൾ ലൂഫി ചോദിക്കുന്നുണ്ട്, എന്നാൽ നീ എൻ്റെ ക്രൂവിൻ്റെ നാവിഗേറ്റർ ആവുന്നു. അപ്പോൾ നാമി ആണെങ്കിൽ ഇല്ല പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സോ നീ ഒരു പൈറേറ്റ് ആണോ? അപ്പോൾ ലൂഫി പറയുന്നു, അതെ, ഈ സ്ട്രോ ഹാറ്റിൻ്റെ ഓണർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്, ഞാനൊരു നല്ല ക്രൂവിനെയൊക്കെ ഗ്യാദർ ചെയ്ത് ഗ്രാൻഡ് ലൈനിൽ പോകുമെന്നുള്ളത്, ഞാനൊരു പൈറേറ്റ് ആവാമെന്ന് പറയുകയാണ്. അപ്പം നാമി പറയുന്നുണ്ട്, എനിക്ക് ഈ ലോകത്ത് പൈറേറ്റ്സിനെ പോലെ ഇഷ്ടമല്ലാത്ത വേറൊരു കാര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. നാമി എന്നിട്ട് അവിടെ നിന്ന് ജനലിൽ കൂടെ നോക്കുന്ന സമയത്താണ് മറ്റേ പൈറേറ്റ്സ് ഇവരെയൊക്കെ തപ്പി അവിടെയൊക്കെ നടക്കുന്ന കാണുന്നത്. പെട്ടെന്ന് നാമിക്കൊരു ഐഡിയ തോന്നുവാണ്. നാമി വന്നിട്ട് ലൂഫിനോട് പറയുകയാണ്, നീ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുവാണെങ്കിൽ നീ പറഞ്ഞ കാര്യം ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട്, നീ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. നാമി പറയുന്നു, നീ എന്നാൽ എൻ്റെ കൂടെ ക്യാപ്റ്റൻ വാഗിനെ ഒന്ന് കാണാൻ വരണമെന്ന്. എന്നിട്ട് നാമി ആണെങ്കിൽ ലൂഫിനെ കൈയൊക്കെ കെട്ടുവാണ്. അപ്പോൾ ലൂഫി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ്? എന്നാലും കുഴപ്പമില്ല, ഒരു പൈറേറ്റിനെ കാണാനല്ലേ പോകുന്നത്, ഞാൻ എക്സൈറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് ലൂഫി. കട്ട് ചെയ്താൽ തീഫിന് കിട്ടാത്തതിൻ്റെ കലിപ്പിൽ വീണ്ടും ക്രൂമേറ്റ്സിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ ബാഗി. അവിടോട്ടാണ് നാമി ലൂഫിനെ കൊണ്ട് വരുന്നത്. നാമി ആണെങ്കിൽ അവിടെ ലൂഫിനെ തള്ളിയിട്ടിട്ട് പറയുവാണ്, എനിക്ക് ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് മടുത്തു, നിങ്ങൾ എന്നെ നിങ്ങളുടെ ക്രൂവിലോട്ട് ചേർക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ ഗ്രാൻഡ് ലൈൻ്റെ മാപ്പ് ക്യാപ്റ്റൻ ബാഗിക്ക് കൊടുക്കുവാണ്. അപ്പോൾ ബാഗി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നീ നമ്മുടെ ക്രൂവിൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നാമിക്ക് അവിടെ ഒരു വെൽക്കം പാർട്ടി ഇവർ അറേഞ്ച് ചെയ്യും. പാർട്ടിക്കിടയിൽ ബാഗി ആണെങ്കിൽ പുള്ളിയുടെ ക്രൂമേറ്റ്സിനോട് ആ മെയിൻ സാധനം കൊണ്ടുവരാൻ പറയുവാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് പുള്ളി ഒരു വലിയ ക്യാനൺ കൊണ്ടുവന്നിട്ട് അത് വെറുതെ ഫയർ ചെയ്യുവാണ്. ടൗണിൻ്റെ കുറേ ഭാഗം ഫുള്ള് നശിച്ചു പോകുന്നുണ്ട്. ഈ സെയിം ടൈമാണ് സോറോയും ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബാഗ് ആണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവറും പിന്നെ ഈ ക്യാനൺ ബോൾസും കൊണ്ട് എനിക്ക് ഗ്രാൻഡ് ലൈൻ കീഴടക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണെങ്കിൽ അവിടെ കിടന്ന് ലൂഫി പറയുന്നുണ്ട്, ഇല്ല, ഗ്രാൻഡ് ലൈൻ കീഴടക്കാൻ പോകുന്നത് ഞാനാണ് പൈറേറ്റ്സിൻ്റെ കിങ് ആവാൻ പോകുന്നത്. ഇത് കേട്ടിട്ട് ബാഗിക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. എന്നിട്ട് ബാഗ് പറയുന്നുണ്ട്, നാമി, എനിക്ക് മനസ്സിലാവും നിനക്ക് എന്താ ഇവന് ഇഷ്ടമല്ലാത്തതെന്ന്, ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ഇവനെ അങ്ങ് കൊല്ലാൻ പറയുവാണ്. എന്നിട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ക്യാനൺ ആണെങ്കിൽ നേരെ ലൂഫിയുടെ നേരെ തിരിച്ചു വെക്കുവാണ്. അവരെല്ലാവരും കൂടെ നാമിനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാമിയുടെ മൈൻഡ് വോയിസ് കേൾക്കാം, ഇപ്പം ഞാൻ ഇവനെ കൊന്നില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും, ഇൻ കേസ് ഞാൻ അവനെ കൊന്നു കഴിഞ്ഞാൽ ഞാനും ഈ പൈറേറ്റ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ലൂഫി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കും നീ ഇതേപോലത്തെ പൈറേറ്റ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ചേർന്നാലെന്ന്. അപ്പോൾ നാമി ആണെങ്കിൽ ഇത് മടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ക്രൂവിലുള്ള ഒരാൾ നേരെ വന്നിട്ട് ഈ സാധനം ലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നാമി പെട്ടെന്ന് അയാളെ അടിക്കുന്നുണ്ട്. അപ്പം ക്യാപ്റ്റൻ ബാഗ് ആണെങ്കിൽ നാമിനെ കൊല്ലാനുള്ള ഓർഡർ ചെയ്യുകയാണ് പുള്ളിയുടെ ധിക്കരിച്ചുകൊണ്ട്. അങ്ങനെ അവരൊക്കെ നാമിനെ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പോൾ നാമി തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ക്യാനൻ ആണെങ്കിൽ ഓൾറെഡി കത്തിക്കഴിഞ്ഞു. നാമി ഓടിപ്പോയിട്ട് കൈ കൊണ്ട് ആ തീ ആണെങ്കിൽ അണയ്ക്കുവാണ്. സെയിം ടൈം അവരൊക്കെ നാമിനെ കൊല്ലാൻ വരുവാണ്. ഈ ടൈമിൽ സോറോ വന്ന് അവരെ രക്ഷപ്പെടുത്തുവാണ്. ലൂഫി ആണെങ്കിൽ സോറോനെ കണ്ട് ഹാപ്പി ആകുന്നുണ്ട്. സെയിം ടൈം നാമി ചോദിക്കുന്നുണ്ട്, അപ്പം നീ പറഞ്ഞ നിൻ്റെ ക്രൂ മെമ്പർ ഈ പൈറേറ്റ് ഹണ്ടർ ആയിട്ടുള്ള സോറോ ആണോ എന്ന് നാമി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്.
ആ ടൈമിൽ ബാഗി ആണെങ്കിൽ സോറോനോട് ചോദിക്കുവാണ്, സോറോ നീ എന്നെ കൊല്ലാൻ വന്നതാണെന്ന്. അപ്പോൾ സോറോ പറയുന്നുണ്ട്, ഇല്ല എനിക്കത് താല്പര്യമൊന്നുമില്ല, ഞാൻ പൈറേറ്റ് ഹണ്ടിങ് ഒക്കെ നിർത്തിയിരുന്നു. അപ്പോൾ ബാഗി ആണെങ്കിൽ തിരിച്ച് സോറോനോട് പറയുന്നുണ്ട്, പക്ഷെ നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമുണ്ട്, നിന്നെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ പേര് വളരുമെന്ന്. അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. സോറോ ആണെങ്കിൽ പുള്ളിനെ ഡിഫീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു കൈ മാത്രം ഇങ്ങനെ പുറകിൽ നിന്ന് വന്നിട്ട് സോറോനെ കുത്തുവാണ്. അപ്പോഴാണ് നമുക്ക് പുള്ളിയുടെ ഡബിൾ ഫ്രൂട്ട് പവർ കാണിക്കുന്നത്. അപ്പോൾ ബാഗി പറയുന്നുണ്ട്, ഞാൻ കഴിച്ചത് ചോപ്പ് ഫ്രൂട്ടാണ്, നിനക്ക് എന്നെ മുറിക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ ബോഡി പാർട്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദേഷ്യം വന്ന ലൂഫി ആണെങ്കിൽ ബാഗിനോട് പറയുന്നുണ്ട്, നീ ഇത് കാണിച്ചത് തെറ്റാണ്, ഒരാളെ പിന്നീന്ന് ആക്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന്. ബാഗി ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ലൂഫിനെ കൊല്ലാനുള്ള ഓർഡർ ഇടുവാണ്. ലൂഫി സോറോനോട് ഓടാൻ പറയുവാണ്. അപ്പം സോറോയ്ക്ക് കാര്യം മനസ്സിലായി. സോറോ നേരെ ആ ക്യാനൻ ആണെങ്കിൽ ഇവന്മാർക്ക് നേരെ തന്നെ തിരിച്ചു വെക്കുവാണ്. എന്നിട്ട് നാമിനോട് അത് കത്തിക്കാൻ പറയുന്നുണ്ട്. നാമി ആണെങ്കിൽ അത് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പൊട്ടുന്നെടുത്ത് വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.